മക്കയിലെ അബൂജഹൽ നബിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അത് മാത്രം മതി നമുക്ക് ഹക്ക് ബോധ്യപ്പെടാൻ. 38-ാം അധ്യായം 5-ാമത്തെ വചനം. എന്താ ചോദ്യം? അജാലല്ലാലിയത ഇലാഹൻ വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ നുജാബ്. അബൂജഹൽ ചോദിക്കുകയാണ്, ഞങ്ങൾ ഇബ്രാഹിം നബിനെ വിളിക്കുന്നുണ്ടായിരുന്നു, ഇസ്മായിൽ നബിനെ വിളിക്കുന്നുണ്ടായിരുന്നു, ലാത്ത ഉസ്സ മനാത്ത വിളിക്കുന്നുണ്ടായിരുന്നു, വദ് സുവാ യഹൂസി യഹൂക്ക് നസ്ർ ഖുബിലി ഇവരൊക്കെ ഞങ്ങൾ വിളിക്കുന്നുണ്ടായിരുന്നു, ഉസൈർ നബി ഞങ്ങൾ വിളിക്കുന്നുണ്ടായിരുന്നു. മുഹമ്മദ് നബി വന്നിട്ട് പറയാണ്, ഓരോന്നും വിളിക്കരുത്, അള്ളാനെ മാത്രമേ വിളിക്കാവൂ. ഖുർആന്റെ വചന സൂറത്തു സാദിലെ 5. അള്ളാനെ മാത്രം വിളിക്കണം. എന്തൊരു കൗതുകാണ്. ഇവിടെ സമസ്തക്കാർ പറയണെന്താ? മുജാഹിദുകൾ പ്രാർത്ഥന അള്ളഹാനോട് മാത്രമേ പാടുള്ളൂ, ബദരീങ്ങളോട് പ്രാർത്ഥിക്കരുത് എന്ന് പറയുന്നത്. അതെന്നാടോ അബൂജഹലിന് സംഭവിച്ചത്? അതെന്നെ അബൂജഹലിന് സംഭവിച്ചത്. മനസ്സിലായോ? അത് ശരിക്കും മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. നിങ്ങൾ മനസ്സിലായിക്കോളി. നമ്മുടെ ഈ മൗലവി ഇവിടെ ഇപ്പോ ഓതിയ ഒരായത്ത് നിങ്ങൾ കേട്ടല്ലോ. സൂറത്ത് സ്വാദിലെ 5-ാമത്തെ സൂക്തമാണ്. ആ ആയത്ത് അദ്ദേഹം ഓതുന്നുണ്ടെങ്കിലും ആയത്തിന്റെ അർത്ഥം അദ്ദേഹം പറയുന്നില്ല. കാരണം ആ ആയത്തിന്റെ അർത്ഥം നേരെ പറയലോടുകൂടെ അദ്ദേഹം ഏതൊരു കാര്യം സമർത്ഥിക്കാനാണോ ശ്രമിക്കുന്നത് അത് പൊളിഞ്ഞു വീഴുകയാണ് ചെയ്യുക. അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ. മുഹമ്മദ് ഞങ്ങളുടെ എല്ലാ ദൈവങ്ങളെയും കൂടിയിട്ട് ഒരു ദൈവമാക്കുകയാണോ? അഥവാ ഞങ്ങൾക്ക് ഒരുപാട് ദൈവങ്ങളുണ്ട്, ഒന്നിലധികം ദൈവങ്ങളെ ആരാധിക്കുന്നവരാണ് ഞങ്ങൾ, ആ ദൈവങ്ങളെല്ലാം കൂടിയിട്ട് ഒറ്റ ഒരു ദൈവമാക്കുകയാണോ? ഇന്ന ഹാദാ ലശൈഉൻ നുജാബ്. ഇത് വല്ലാത്ത അത്ഭുതകരമായ കാര്യം തന്നെയാണ് തീർച്ചയായും എന്നതാണ് ഈ ആയത്തിന്റെ അർത്ഥം. അപ്പൊ ഈ ആയത്തിൽ നിന്ന് വളരെ വ്യക്തമാണ് മക്ക മുശ്രിക്കുകൾ ബഹുദൈവ ആരാധകരായിരുന്നു എന്ന്. ഈ ആയത്ത് ഓതിയിട്ടാണ് സുന്നികൾ മഹാന്മാരെ വിളിച്ച് സഹായം തേടുന്നത്. അള്ളാഹുവിന്റെ അടിമകൾ, അല്ലാതെ ദൈവമല്ല, അള്ളാഹുവിന്റെ അടിമകളായ മഹാന്മാരോട് സഹായം തേടുന്നതിനെ ഈ ആയത്ത് ഓതിയിട്ട് മൗലവി ദുർവ്യാഖ്യാനിച്ച ആ ദുർവ്യാഖ്യാനത്തിന്റെ ഒരു കോലമാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടത്. ഇവിടെയുള്ള മുസ്ലിമീങ്ങൾ, സുന്നികൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അള്ളാഹു അല്ലാതെ വേറെ ഒരു ദൈവമില്ല എന്നു വിശ്വസിക്കുന്ന ഏകദൈവ വിശ്വാസികളാണ് എന്നത് എല്ലാവർക്കും വ്യക്തമായ കാര്യമാണ്. എന്നാൽ മക്കയിലുള്ള മുശ്രിക്കുകൾ അവർ ബഹുദൈവാരാധകരായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതാണ് ഈ ആയത്തിൽ പറയുന്നതും. അള്ളാഹുവിന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്ക മുശ്രിക്കുകളെ, അബൂജഹലിനെയൊക്കെ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശ്വാസത്തിലേക്ക് വരൂ എന്ന് പറഞ്ഞ് ക്ഷണിച്ചപ്പോൾ അബൂജഹലും മുശ്രിക്കുകളും പറഞ്ഞ വാക്കാണിത്. വല്ലാത്ത ഒരു ഗതികേട് തന്നെയാണ് നമ്മുടെ നാട്ടിലെ മുജാഹിദുകളുടേത്. കാരണം അല്ലാഹു തആലാനെ മാത്രം ദൈവമായി കാണുന്ന, വിശ്വസിക്കുന്ന ഒരു സമൂഹത്തെ മുശ്രിക്കാക്കാൻ വേണ്ടിയിട്ട് പരിശുദ്ധ ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ യാതൊരു തെളിവും അവർക്ക് ലഭിക്കുന്നില്ല. അതിന്റെ അവസാനമായ അവരുടെ ഒരു ശ്രമമാണ് മുശ്രിക്കുകളെ പിടിച്ച് വിശ്വാസികളാക്കുക എന്നത്. വാസ്തവത്തിൽ അവർ ചെയ്യുന്നത് ഏറ്റവും വലിയ വൈരുദ്ധ്യമാണ്. വിശ്വാസികളും അവിശ്വാസികളും ഒന്നാവുകയില്ല. വിശ്വാസികളെ പിടിച്ച് അവിശ്വാസികളാക്കാൻ, അവിശ്വാസികളെ പിടിച്ച് വിശ്വാസികളാക്കുന്ന ഒരു സമൂഹം, എന്തൊരു വൈരുദ്ധ്യമാണ്.